സ്വാമിക്ക് ഹരഹരോ ഹരഹര. സ്കന്ദഷഷ്ടി കവചം എത്രമാത്രം മഹത്തായ ഒരു ജപമാണെന്നുള്ളത് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ അതിന്റെ അർത്ഥം മനസ്സിലാക്കണം. ആദ്യത്തെ 2 ശ്ലോകത്തിന്റെ, അതായത് കാപ്പും കുരൽവെൺമ എന്നുള്ള ശ്ലോകത്തിന്റെ അർത്ഥം ഞാൻ പറഞ്ഞിരുന്നു കഴിഞ്ഞ വീഡിയോയില്. അതിനകത്ത് തന്നെ ദേവരായ സ്വാമികൾ പറയുന്നുണ്ട് ഇതിന്റെ മഹത്വം എന്താണെന്ന്. ഇത് നമ്മൾ ജപിക്കും തോറും നമുക്ക് അതിൻ്റെതായിട്ടുള്ള ഒരുപാട് മാറ്റങ്ങൾ ഭഗവാൻ തരും. ഭഗവാന്റെ അനുഗ്രഹം ശരിക്കും ഉണ്ടാകും. പക്ഷെ നമ്മൾ കൃത്യനിഷ്ഠതയോടുകൂടിയും മനഃശുദ്ധി ശരീരശുദ്ധിയുമായി ഭഗവാനെ മനസ്സിൽ കണ്ട് ഭഗവാന്റെ പാദത്തിൽ നമ്മുടെ മനസ്സർപ്പിച്ച് വേണം ജപിക്കാൻ. എങ്കിലും ഭഗവാൻ അനുഗ്രഹിക്കത്തുള്ളൂ. ചുമ്മാ ചൊല്ലിയിട്ടൊന്നും ഒരു ഫലം ഉണ്ടാകില്ല. അത്രയ്ക്ക് മനസ്സർപ്പിച്ച് വേണം നമ്മൾ ജപിക്കാൻ. അപ്പം നൂലെന്ന് പറഞ്ഞിങ്ങനെ 28 ശ്ലോകങ്ങൾ കിടക്കുകയാണ്, 28 ജപമാല ഇങ്ങനെ കിടക്കുകയാണ്. അതിന്റെ അർത്ഥം കൂടെ മനസ്സിലാക്കി വേണം നമ്മൾ ഇത് ജപിക്കാൻ. അപ്പൊ ആദ്യത്തെയാണ് ഷഷ്ടിയെ നോക്ക ശരവണ ഭവന ശിഷ്ടർ കുതവും ശെങ്കതിർ വേലോൻ പാദമിരണ്ട് പൺമണി ചതങ്കി ഗീതം പാട് കിങ്ങിണിയാട് മയ്യ നടഞ്ചെയ്യും മയിൽ വാഹനനാർ കയ്യിൽ വേല എന്നെ കാക്കവെൺറൊന്ത് വരവര വേല യുധനാർ വരിക 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 മയിലോൻ വരിക. ഈ ആദ്യത്തെ ഒരു ശ്ലോകം, രണ്ടാമത്തെ ഇതിന്റെ അർത്ഥമാണ് ഞാൻ ഇനി പറയുന്നത്. ഇഷ്ടവൃതം നോക്കി സ്കന്ദഷഷ്ടി കവചം ജപിക്കുന്നവരാരാണോ അവരെ അനുഗ്രഹിക്കും. എല്ലാവിധ ഐശ്വര്യങ്ങളും കൊടുക്കുന്ന ആളാണ് ഭഗവാൻ. ശരവണ പൊയ്കയിൽ ജനിച്ച ഭഗവാൻ ചുവന്ന പ്രഭ ചൊരിയുന്ന വേലുള്ള ഭഗവാനാണ്. 2 പാദങ്ങളിലും രത്നം പതിപ്പിച്ച മുത്തുമണികളാൽ ചിലങ്ക അണിഞ്ഞ ഭഗവാൻ നൃത്തം ചെയ്യുന്നുണ്ട്. നൃത്തം ചെയ്യുന്ന ഭഗവാൻ മയിൽ വാഹനനായാണ് വരുന്നത്. കയ്യിൽ വേലുള്ള ഭഗവാനെ എന്നെ കാത്തരുളേണമേ. ഇനി അടുത്ത ഭാഗം എന്താ? ഇനി ഭഗവാനെ അടുത്ത് വിളിക്കുകയാണ്. ഭഗവാന്റെ സാന്നിധ്യം എൻ്റെ മുൻപിൽ ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. എൻ്റെ അടുക്കൽ വരണമേ എന്നുള്ള അടുത്ത ഭാഗമാണ്. വരിക വരിക എന്നുള്ളതില്ലേ, അത് അടുത്ത വീഡിയോയിലൂടെ നമുക്ക് പറയാം, അതിൻ്റെ അർത്ഥം പറയാം. അങ്ങനെ ഭഗവാനെ മുന്നിൽ വന്ന് ഭഗവാൻ മുന്നിലുണ്ടെന്നുള്ള രീതിയിൽ, ഭഗവാൻ അടുത്തുണ്ടെന്നുള്ള രീതിയിൽ നമ്മൾ ഭഗവാനെ അതുപോലെ വർണ്ണിക്കുകയും ഭഗവാനെ വിളിച്ചു വരുത്തുകയും ഭഗവാന്റെ ആ ഒരു മഹത്വം, ഭഗവാൻ പിന്നെ ആ വേല് കൊണ്ട് നമ്മുടെ ഓരോ ഭാഗങ്ങളും നമ്മളെ കാക്കുന്നതായിട്ടുമാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. ഇതിന്റെ അർത്ഥം ഷഷ്ടി കവചം ജപിക്കുന്നവരാരാണോ അവരെ ഭഗവാന്റെ വേലുകൊണ്ട് നമ്മളെ സുരക്ഷ വലയമുണ്ടാക്കി നമ്മളെ കാത്തുരക്ഷിക്കും. ഒരു കാരണവശാലും ആർക്കും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകാതെ ഭഗവാൻ കൂടെ ഉണ്ടാകും ഉറപ്പായിട്ടും. എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരും നമ്മളെ തളർത്താനുണ്ടാകില്ല. ഭഗവാന്റെ ആ ഒരു വേലും ഭഗവാനും കൂടെ ഉണ്ടെങ്കിൽ നമുക്ക്, ഭഗവാൻ ഉണ്ടെങ്കിൽ വേലും മയിലും സേവലും കൂടെ നമ്മളെ കാത്തുകൊള്ളും. ഭഗവാന്റെ ആ അനുഗ്രഹം കിട്ടിക്കഴിയുന്നവരാരാണോ അവർ സമ്പത്തും വിജയത്തിലോട്ട് എത്തുക തന്നെ ചെയ്യും. സ്കന്ദഷഷ്ടി കവചത്തിന്റെ മഹത്വം അതാണ്. അപ്പോൾ എല്ലാവർക്കും സുബ്രഹ്മണ്യ സ്വാമിയുടെ അനുഗ്രഹം ഉണ്ടായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.